ഹലോ ഗെയ്സ്, ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ NSSൻ്റെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ടിംഗ് സെറമണിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൻ്റെ സന്തോഷമാണെന്ന്. അതിൻ്റെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല ഗെയ്സ്, നമ്മുടെ ഫെയർവെൽ കൂടെയാണിന്ന്. ഞങ്ങൾ NSSലുള്ള ആൾക്കാരെല്ലാം മേ ബി ഒന്നിച്ച് കൂടുന്ന ഒരു അവസാനത്തെ പരിപാടി ഇതായിരിക്കാം. ഇനി എപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഈസ്റ്റ് ക്യാമ്പസ്, മെയിൻ ക്യാമ്പസ്, കമ്മ്യൂണിക്കേഷൻ ക്യാമ്പസ്, അങ്ങനെ 3 ക്യാമ്പസാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ക്യാമ്പസിലെയും പിള്ളേർ നമ്മുടെ NSSലുണ്ട്. ഇതിൽ ഞങ്ങൾ ഈസ്റ്റ് ക്യാമ്പസിനെ കണ്ടുമുട്ടുക എന്നതാണ് ഞങ്ങളുടെ ടാസ്ക്. അവരെ സംബന്ധിച്ച് ഞങ്ങളെ കണ്ടുമുട്ടുക എന്നതും. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ടൈമിങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ NSSൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴോ ഒക്കെ ആയിരിക്കും. ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടിയിൽ. ഉച്ചതിരിഞ്ഞ് പ്ലാൻ ചെയ്തിരുന്ന എല്ലാം രാവിലെ പ്ലാൻ ചെയ്തിരുന്ന എല്ലാം ഉച്ചതിരിഞ്ഞുമാക്കി. അങ്ങനെ ഓരോ ആൾക്കാരെ കൊണ്ട് എക്സ്പീരിയൻസ് പറയിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നവരുടെ NSSലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ബാച്ച് ഇത്രയും അടിപൊളിയാക്കി മാറ്റിയ ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച 4 വോളണ്ടിയർ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അവർക്ക് ഇതേ മിസ് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഒരാൾ നേരത്തെ വന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. മാമനോടൊന്നും തോന്നല്ലേ. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഉയർന്നു നിന്നതിന് പുറകിൽ ആ മനസ്സിന്റെ തീക്ഷ്ണതയുണ്ട്, ആ ശബ്ദത്തിന്റെ ധൈര്യമുണ്ട്. ഈ കൂട്ടായ്മയെ ഒത്തുകൊണ്ടുപോയതിനും ഓരോ ചെറിയ പരിപാടിയെ വരെ വലിയ ആഘോഷമാക്കി മാറ്റിയതിനും ഓരോ തീരുമാനത്തിലും പക്വതയും പരിഗണനയും നിറച്ചപ്പോഴും നമ്മളെല്ലാവരും പ്രചോദിതരായി. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ഒരു ഔപചാരികതയല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ആദര സൂചകമായിട്ടാണ്. തന്റെ അതുല്യമായ സംഭാവന കൊണ്ട് ഈ തിരുഹൃദയ കലാലയത്തിലെ NSSന്റെ തുടിപ്പിനെ നിലനിർത്തിയതിനും ഒരു ആഘോഷകരമായ അധ്യായമാക്കി ഈ ബാച്ചിനെ മാറ്റിയതിനും നമ്മുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ സ്വന്തം സേനാധിപതിയെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് വെറുതെ ഒരാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദിയിലോട്ട് ക്ഷണിക്കണമല്ലോ എന്ന് കരുതി പറയുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെ ശബ്ദമായിരുന്നു അത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു അവിടെ നിന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം NSSനെ അതായത് ഞങ്ങളുടെ ഈ ഒരു ബാച്ചിനെ ഇത്രയും അടിപൊളിയാക്കി മാറ്റിയതിൽ ഒരു വലിയ പങ്ക് തന്നെ നമ്മുടെ വോളണ്ടിയർ സെക്രട്ടറി ആയിട്ടുള്ള നകുലിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ കോളേജിൽ ഫാൻസിനെ തട്ടിയിട്ട് നടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അക്കൗണ്ട് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, ആരും തപ്പി നടക്കണ്ട. പിന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം ഞങ്ങൾക്ക് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി. അതായിരുന്നു ഞങ്ങളുടെ വിജയം സത്യത്തിൽ. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയാണ്. സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇനി. NSSലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ്, ഞാൻ ഓൾറെഡി യൂട്യൂബിൽ മേജർ ക്യാമ്പിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ NSSലേക്ക് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. NSS എന്താണെന്ന് പോലും അറിയാതെയായിരുന്നു ഞാൻ NSSലേക്ക് വന്നത്. കാരണം ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ NSSും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. NSSൻ്റെ ഒപ്പം തന്നെ കേട്ടൊരു വാക്കായിരുന്നു NCCയിൽ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ഇരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായോ പറ്റുന്ന പണിയല്ല എന്നെക്കൊണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ NSSൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെടുത്ത ബെസ്റ്റ് ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു പ്രവൃത്തി പോലും മറ്റൊരാളുടെ ലൈഫിൽ എന്തോരം ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്ക് കാണിച്ചു തന്നത് NSS ആയിരുന്നു. പിന്നെ തുടക്ക സമയത്ത് ഗ്രേസ് മാർക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലേക്കായി. കാരണം അത്രയും സന്തോഷം കിട്ടിയിട്ടുണ്ട് NSSയിൽ നിന്ന്. പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യൂട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് വാങ്ങിച്ചത്. NSSൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര പ്രൗഡായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ചെറിയ NSS വിശേഷങ്ങൾ. അപ്പോൾ ബൈ.